വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയെ പൂർണ്ണമായി ചുരുക്കി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ ഇവിടെ ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ 3 വരി കൊണ്ട് വചനത്തിൻ്റെ പ്രാധാന്യം നമ്മളെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം നമ്മളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു, യേശു സൃഷ്ടിയല്ല, അവിടുന്ന് സൃഷ്ടാവാണ്. അതിനുശേഷം വരുന്ന വരികളിലാണ് അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതായത് ഈ ലോഗോസ് എന്ന വചനത്തിന് ജീവൻ വെക്കുകയാണ്. അതായത് വചനം മാംസം ധരിക്കുകയാണ്, യേശുവായി മാറുകയാണ് ഈ വചനം. അതായത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ രക്ഷാകര പദ്ധതി, ഭൂമിയിലുള്ള രക്ഷാകര പദ്ധതിയെക്കുറിച്ചാണ് സുവിശേഷകൻ ഇവിടെ പറയുന്നത്. പിന്നീട് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യേശുവിലൂടെ വന്ന രക്ഷയെക്കുറിച്ചാണ് ഇവിടെ സുവിശേഷകൻ പറയുന്നത്. ആദ്യ മാതാപിതാക്കളായ ആദോ ഹൗവയും അവരെ ദൈവം സൃഷ്ടിച്ചു. അവരെ സൗഭാഗ്യാവസ്ഥയിലായിരുന്നു സൃഷ്ടിച്ചത്. പക്ഷെ എങ്കിലും അവർ പാപത്തിൽ വീണുപോയ പാപത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും സാധിക്കുമായിരുന്നില്ല. എന്നാൽ യേശു വചനമാകുന്ന യേശു മാംസം ധരിച്ചത് വഴി നമുക്ക് ലഭിക്കുന്നത് പെർഫെക്ഷൻ അല്ല, അൾട്ടിമേറ്റ് പെർഫെക്ഷൻ. ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥ പെർഫെക്റ്റായ അവസ്ഥയാണ്, സൗഭാഗ്യാവസ്ഥയാണ്. എങ്കിലും അവർക്ക് പാപത്തെ അതിജീവിക്കുവാനുള്ള കൃപയില്ല, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷിക്കുവാനൊരു രക്ഷകൻ അവർക്കില്ലായിരുന്നു. എന്നാൽ യേശു ജീവനെടുത്ത്, അതായത് വചനം മാംസം ധരിച്ച് നമ്മളുടെ ഇടയിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പ്രകാശത്തെ കീഴടക്കാൻ ഇരുളിന് സാധിക്കുകയില്ല. യേശുവിലൂടെ നമുക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ് പെർഫെക്ഷൻ, പാപത്തിൻ്റെ മേലുള്ള അധികാരം, പാപത്തെ അതിജീവിക്കാനുള്ള കൃപ, പാപത്തിൽ വീണുപോയാലും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് മുന്നോട്ട് നടക്കുവാനുള്ള ഒരു ശക്തി. ഈ വചനം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ. ദൈവരാജ്യം വളരട്ടെ.